ഹലോ എല്ലാവർക്കും നമസ്കാരം. ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ കവിത വാര്യർ നിങ്ങളുടെ മുമ്പിൽ അടുത്തൊരു വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഒരു കൈ വിറയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോൾ വിറയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ വിറയ്ക്കുന്നു. ആൻഡ് ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടാവും. അപ്പം നമ്മളിൽ പലരും വിചാരിക്കും കുടിക്കുന്നവർക്ക് മാത്രമാണ് ഈ പ്രശ്നം. ഒരിക്കലുമല്ല, കുടിക്കുന്നവർക്ക് മാത്രമല്ല അത്, സാധാരണക്കാർക്കും ഇത് വരാം. പക്ഷെ അതിൻ്റെ കാരണമാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഇത് എന്തുകൊണ്ട് വരും നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലേ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്കിത് ഒരു കഥ പോലെ നമുക്കിത് പറയാം. ഓക്കെ, അപ്പോൾ ഒരു കൈ വിറയ്ക്കുന്നു. ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് ആയുർവേദത്തിൻ്റെ ഒരു വേ ഓഫ് എക്സ്പ്ലനേഷൻ വേറെയാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് മിക്സ് ചെയ്ത് മാക്സിമം സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് കാരണത്തിലേക്ക് പോകാം. എന്തുകൊണ്ട് വരുന്നു? ആദ്യമേ തന്നെ ഉറക്കം. നമുക്ക് എല്ലാവർക്കും മിനിമം 6 to 8 hours എങ്കിലും ഉറക്കം വേണം. പക്ഷെ ചിലർ പറയും ഞാൻ ഉറങ്ങുന്നിട്ട് ഒരു കുഴപ്പമില്ല, രാത്രി ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം എണീക്കും. അതല്ല, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കരുത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. അല്ലെ, കുറച്ച് നേരമൊക്കെ എണീറ്റ് ഒരു തലവേദനയൊന്നും ഇല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എണീക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി. ഓവറായിട്ട് ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവറായിട്ട് ചിന്ത, ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് ഹോർമോൺസൊക്കെ അതിൻ്റെ ബാലൻസ് തെറ്റും. അപ്പോൾ ഹോർമോൺസ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ ന്യൂറോളജിക്കലിൽ ഒരു പ്രശ്നം വരും. നമ്മളിത് പക്ഷെ അറിയുന്നില്ല, നമുക്കിതൊരു കുഴപ്പമില്ല, ഞാനിന്ന് ചിന്തിച്ച് നോക്കി എന്നുള്ള രീതി നമ്മൾ വിടും. പിന്നെന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെ, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് അതും ആവാം. പിന്നെ സ്ഥിരം കാരണം തൈറോയിഡ്, ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊക്കെ വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഒരു പാക്കേജാണ്. ഡയബറ്റിക് വന്നു, തൈറോയിഡ് വന്നു, അപ്പോൾ ബാക്കി എല്ലാ ലക്ഷണങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാര് പോലെ വരും. അപ്പോൾ അവിടെ നമ്മൾ കൈ പറയുന്നതിന് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ഷുഗറും തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ നമ്മളൊന്ന് നോക്കേണ്ടി വരും. പിന്നെയാണ് ഹെറിഡിറ്ററി ആയിട്ട് ആർക്കെങ്കിലും പാർക്കിൻസോണിസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് ആക്സിഡൻറ്റ് പറ്റി, എവിടെയെങ്കിലും എക്സ്റ്റേണലി എവിടെയെങ്കിലും ഇഞ്ചുറി വന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണു, അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റീസൺസ്. ഇതൊക്കെയാണ്. പിന്നെ ഉള്ള സംഭവമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഡോപ്പമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. എങ്ങനെ കുറയുന്നു എന്നുള്ളതാണ്. സോ ബി വെരി കെയർഫുൾ. ഞാൻ പറയണത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഡോപ്പമിൻ കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. ഡോപ്പമിൻ എങ്ങനെ കുറയുന്നു? നിങ്ങളൊരു റൂം ഇമാജിൻ ചെയ്യുക. ഒരു റൂമുണ്ട്, ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ സെൽസ്, ഒരു സെല്ലുണ്ട്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞിട്ട് ഒരു സെല്ലുണ്ട്, നമ്മുടെ ബ്രെയിൻ സെൽസ്. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞിട്ട് സാധനമാണ് ഡോപ്പമിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, നൗ അപ്പുറത്തൊരു വില്ലനുണ്ട്, നമ്മുടെ വില്ലൻ. ആര്? ആൽഫ. തൽക്കാലം ഞാൻ അതിൽ കൊടുക്കുന്നു. ആൽഫ ഒരു പ്രോട്ടീനാണത്, അബ്നോർമൽ പ്രോട്ടീൻ, ആൽഫ സൈനുക്ലിയൻ പേരോട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ക്ലീൻ ആയിട്ടുള്ളൊരു റൂമിൽ നമ്മൾ കുറേ ഗാർബേജ് കൊണ്ടിട്ടു എന്ന് കരുതുക, കുറേ കച്ചറകൾ, കുറേ ഗാർബേജുകൾ. അപ്പോൾ ഈ ക്ലീൻ റൂം എന്ന് പറഞ്ഞത് എന്താണ്? സെല്ല്. ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്നുള്ളത് ഒരു ക്ലീൻ റൂം. ഓക്കെ, അപ്പുറത്ത് നമ്മുടെ വില്ലൻ എന്താണ്? ഈ ഗാർബേജ് എന്താണ്? ആൽഫ. അപ്പോൾ ഈ ഗാർബേജ്, ഈ ആൽഫ കൂടുന്തോറും, അവിടെ ഗാർബേജ് കൂടുന്തോറും എന്താവും? നമുക്കൊരു റൂമിൽ നിറച്ച് കച്ചറയാണെങ്കിൽ നമുക്ക് നടക്കാനോ നമുക്ക് അങ്ങോട്ട് പോകാനോ ഒന്നിനും നമുക്ക് കഴിയില്ല. അപ്പോൾ എന്തായി? ആൽഫ അങ്ങോട്ട് കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ ബ്രെയിനിൽ. അപ്പോൾ ഈ റൂമിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. നമ്മുടെ തലച്ചോറിന് കറക്റ്റായിട്ട് അങ്ങോട്ട് നമ്മുടെ ബോഡിയിലേക്കുള്ള കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്തായി? ന്യൂറോളജിക്കൽ ഇഷ്യൂസ് വന്നു. കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടന്നില്ല, അപ്പോൾ കൈവറയിൽ വന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ ഡോപ്പമിനെ എങ്ങനെ കൂട്ടാം? ബാക്കി ചികിത്സകളും മരുന്നുകളും ഡെഫിനറ്റ്ലി ആവശ്യമാണ്. ബട്ട് വേറെ തരത്തിൽ എങ്ങനെ ഡോപ്പമിനെ കൂട്ടാം? ഞാൻ നേരത്തെ പറഞ്ഞ കാരണത്തിനെ ഇല്ലാതാക്കാം. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുക, കൊളസ്ട്രോൾ, ഷുഗർ, ഇതിനൊക്കെ കുറയ്ക്കുക. അതിൻ്റെ കൂടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫുഡിലൂടെ, ഈ അധികം എക്സസൈസ് ചെയ്താലും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ എക്സസൈസ് കുറേശ്ശെ ചെയ്യുക, സൺലൈറ്റ് കൊള്ളുക കുറച്ച് നേരം. വേറൊരു കാര്യം, കൊച്ചു കൊച്ചു ടാസ്കുകൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് 2 പേജ് എഴുതും, ഡയറി എഴുതുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്, എന്നൊരു ടൈമിങ് വെച്ചു. അപ്പോൾ ഈ ടാസ്കുകൾ, കൊച്ചു കൊച്ചു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഈ സാധനം കൂടി വരും.
കാരണം നമ്മുടെ ബ്രെയിൻ എന്താ പറയുക, നീ ഇന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, അടിപൊളിയാണ് കേട്ടോ, അങ്ങനെ ഒരു സംഭവം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ക്രിയേറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി ഡോപ്പമിൻ കൂടും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ ബ്രെയിൻ സെൽസിനെ നമ്മൾ നല്ല രീതിയിൽ അതുകൊണ്ടാണ് ചിലർ മോട്ടിവേഷൻ ചെയ്യുമ്പോഴോ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യം ചെയ്തു, അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയും ഒരു സംഭവമുണ്ട്. അപ്പോൾ കൈ വിറയലിൻ്റെ കാരണങ്ങളും ഈ ഡോപ്പമിനാണ് ഇതിൻ്റെ മെയിൻ പ്രധാന ക്യാരക്ടർ. ഡോപ്പമിൻ്റെ വില്ലൻ ആരാണ്? ആൽഫ. തൽക്കാലം ആൽഫ എന്ന് പറഞ്ഞാൽ മതി, അതാണ് കുറച്ചും കൂടി എളുപ്പം. സോ ഇതിനെന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ്, ഇതൊക്കെ മാറാവുന്ന പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ സമയമെടുക്കും, അത് വളരെ സത്യമാണ്. പക്ഷേ ഓൾവേസ് ഹാവ് ഹോപ്പ്. ഞാനും ഇവിടെ കൂടെ തന്നെയുണ്ട്.